സിദ്ധാർത്ഥനെ ദിവസങ്ങളോളം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഇവരെന്നൊക്കെ കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സത്യാവസ്ഥ എന്ന് ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്ന വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത് തങ്ങൾ അങ്ങനെ മർദ്ദിച്ചിട്ടില്ല, ദിവസങ്ങളോളം മർദ്ദിച്ചു എന്നത് മറ്റു വാദങ്ങളാണ്. തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഈ പറയുന്ന വിദ്യാർത്ഥികൾ അത്തരം മർദ്ദനങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല അവർ പറയുന്ന ഒരു കാര്യം 3 ദിവസം മർദ്ദിച്ചു എന്ന് പറയുന്നത് കളവാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. 1 ദിവസം മർദ്ദിച്ചിട്ടുണ്ട്. ആ മർദ്ദിച്ചത് തെറ്റാണ്, അത് തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കളവാണ് എന്നാണ് പറയുന്നത്. ഈ ക്യാമ്പസിൽ അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളുള്ളൊരു ക്യാമ്പസ് അല്ല. ഇവിടെ ലഹരി എന്ന അർത്ഥത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമല്ല. തങ്ങൾ അത്തരത്തിലുള്ള ആളുകളല്ല. ഇവിടെ അങ്ങനത്തെ മറ്റൊരു പ്രശ്നങ്ങളുമില്ല. SFIയെ കുറിച്ചൊക്കെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. തങ്ങളുടെ വാദം ആരും കേൾക്കുന്നില്ല എന്നാണ് ഇന്ന് കുട്ടികൾ പറഞ്ഞത്. അതേസമയം നേരത്തെയൊക്കെ ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒരു മാധ്യമങ്ങളോടും ആരും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കുന്നത് തന്നെ, ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ്. ഈ ക്യാമ്പസിനകത്ത് ഈ ഹോസ്റ്റലിൽ ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ച ഇടങ്ങളൊക്കെ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽപ്പറ്റ MLA T സിദ്ദീഖ്, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടേക്ക് ക്യാമ്പസിനകത്തേക്ക് ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും ഇനി അറിയേണ്ടതുണ്ട്.